എനിക്കറിയില്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത്. ഒളിവിൽ പോയെന്ന് പറയുമ്പോൾ ശരിക്കും ഫേക്ക് അല്ലായിരിക്കാം. പക്ഷേ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമായിരുന്നു. കാരണം സർക്കാരിന് ഏതെങ്കിലും ഇതുള്ള ഒരു ഇരയെ കിട്ടുമ്പോഴേ അവൻ ചെയ്ത കാര്യങ്ങളൊന്നും നോക്കാതെ അവൻ പിള്ളയല്ലേ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടൊന്ന് സ്റ്റേറ്റിന്റെ ഗസ്റ്റൊക്കെ ആക്കുന്നത് ശരിയല്ല. അപ്പോൾ അതിൽ സർക്കാരിന് പിഴച്ചു പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ഈ പീഡന കേസ്. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു ഡോക്ടറായ പെൺകുട്ടി എന്തിനാണ് ഇതുപോലെ ഒരു വേടന്റെ പുറകെ പോയതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവന്റെ പബ്ലിസിറ്റി കേട്ട് പോയതായിരിക്കും. പിന്നെ 2 വർഷമൊക്കെ അവൻ്റെ കൂടെ നടന്നിട്ട് പിന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നത് ശരിയല്ല. 2 വർഷമൊക്കെ ഒരുത്തന്റെ പുറകെ നടക്കുക. ഇപ്പോൾ വിജയബാബുവിൻ്റെയൊക്കെ നടന്ന പോലെ അയാൾ താമസിക്കുന്നിടത്ത് നിന്ന് താമസിക്കുക, എന്നിട്ട് കോടതി കൊണ്ടുവന്ന് കേസ് എടുക്കുക. അത് ശരിയല്ല. ഈ ഡോക്ടർ കുട്ടിക്കും സംഭവിച്ച അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവന്റെ ഗ്ലാമറും പ്രശസ്തിയെ കണ്ടപ്പോൾ അവന്റെ പുറകെ നടക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ അവൻ അതിനേക്കാൾ വലിയ കിട്ടുന്നുണ്ടപ്പോൾ അവൻ ഇതിനെ തള്ളിക്കാണും, അല്ലെങ്കിൽ അവന് മതിയായി കാണും. അപ്പോൾ കൊണ്ടൊന്ന് പീഡന കേസ് കൊടുക്കുന്നത് ശരിയാണ്. ഇവിടെ നടക്കുന്ന പല പീഡന കേസും അങ്ങനെ. അത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ്.